ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 5 വരെയാണ്. ഇവിടെ നാം കാണുന്നത് യേശുവിൻ്റെ ജനനത്തെ പറ്റിയാണ്. ഈശോയുടെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും പ്രവാചകന്മാർ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈശോയുടെ ജനനം ബെത്ലഹേമിലായിരിക്കുമെന്നും ഈജിപ്തിൽ പോയി താമസിക്കുമെന്നും പ്രവാചകന്മാർ പറഞ്ഞിരുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ തങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് പോയി പേരെഴുതിക്കപ്പെടണം എന്ന് പറഞ്ഞ അഗസ്ത്യ സീസറുടെ കൽപ്പനകളും ഗർഭിണിയായ പരിശുദ്ധ അമ്മയുടെ യാത്രയും ഇവയെല്ലാം ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ദൈവിക പദ്ധതിയോട് ഒരു വ്യക്തി ചേർന്ന് നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും മോശമായ സംഭവങ്ങളിൽ നിന്ന് പോലും നന്മ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, നാം ഇന്ന് കടന്നു പോകുന്ന അനുഭവങ്ങൾ ഏതു തന്നെയായാലും അത് ദൈവം അറിഞ്ഞ് സംഭവിക്കുന്നതാണ്. ഈ അവസരത്തിൽ നാം ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ആ ഒരു അനുഭവം അല്ലെ ആ ഒരു വ്യക്തി നാളെ എനിക്കൊരു അനുഗ്രഹമായി തീരും എന്നുറപ്പാണ് യേശുവിൻ്റെ ജനനം നമുക്ക് നൽകുന്ന സന്ദേശം. ഇവിടെ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ ദൈവത്തിൻ്റെ കരം പിടിക്കാൻ വേണ്ടി ഞാൻ പരിശീലിക്കുക എന്നതാണ്. ഈ കൃപ നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.